ഈ മന്ത്രിസഭയ്ക്ക് ജനങ്ങൾക്ക് വേണ്ടി ഒരു പുല്ലും ചെയ്യാൻ കഴിയില്ല. അധികാരത്തിന്റെ കസേരയിൽ കടിച്ചു തൂങ്ങിക്കിടക്കാതെ അവളോട് രാജിവെച്ചു പോകുവാൻ ഞാനും എന്റെ പാർട്ടിയും ആവശ്യപ്പെടുന്നു. മുഖ്യമന്ത്രി മാറണമെന്ന് CPI യോഗങ്ങളിൽ ആവശ്യം. ഈ ഫയലും നോക്കേ, ഇത് മുഴുവൻ ഇവരെ കുറിച്ചുള്ള പരാതികളാ. ഞാൻ എന്ത് ചെയ്തിട്ടാ ഈ പരാതി? താൻ ഒന്നും ചെയ്യുന്നില്ലെന്ന പരാതി. എവിടെ ചെന്നാലും നാട്ടുകാർക്ക് പരാതിയാ തന്റെ വകുപ്പിനെ കുറിച്ച്. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പിണറായി വിജയൻ മാറണമെന്ന് CPI തിരുവനന്തപുരം ജില്ലാ എക്സിക്യൂട്ടീവിൽ ആവശ്യം. നടക്കുകയല്ല. രാഷ്ട്രീയത്തിൽ 18 പഠിച്ച എന്റെ അടുത്ത് അയാളുടെ കളി. എത്ര ഗ്രൂപ്പ് കളിച്ചും കുതികാൽ വെട്ടിയുവാ മേനോൻ സാർ ഈ നിലയിലെത്തിയത്. തിരുവനന്തപുരം, ആലപ്പുഴ ജില്ലാ യോഗങ്ങളിലാണ് അംഗങ്ങൾ മുഖ്യമന്ത്രിയെ കടന്നാക്രമിച്ചത്. ഈ മുഖ്യൻ ഈ രീതിയിൽ ഭരണം ഇനിയും തുടർന്നാൽ KDF അടുത്ത തെരഞ്ഞെടുപ്പിൽ പച്ച കൊടുക്കും. സാർ എന്നെ അപമാനിക്കരുത്. ഭരണത്തിന്റെ ഇടനാഴികളിൽ ഇന്ന് വരെ ആരും എന്നോട് ഇങ്ങനെ ഇടപെട്ടിട്ടില്ല. മുഖ്യമന്ത്രി മാറാതെ തിരിച്ചുവരവ് എളുപ്പമല്ല. അത് പറയാനുള്ള ആർജവം CPI കാണിക്കണം. മുഖ്യമന്ത്രിയെ മാറ്റേണ്ട ഒരു കാര്യവും തൽക്കാലം ഇവിടെ ഇല്ല. എന്തൊക്കെ ന്യായം പറഞ്ഞാലും മുഖ്യമന്ത്രി രാജിവെച്ചേ പറ്റൂ. തോൽവിക്ക് പ്രധാന കാരണം മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമാണ്. മൊത്തത്തിലൊരു അഭിപ്രായമുണ്ട്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? എന്തൊക്കെ പറഞ്ഞാലും മുഖ്യമന്ത്രി രാജിവെക്കണം. ഇടതുമുന്നണി കൺവീനർ EP ജയരാജൻ BJP നേതാവിനെ കണ്ടതും തിരിച്ചടിയായി. കൂട്ടിവെക്കോ? നീയൊക്കെ കൂടെ എന്നെ അടക്കം ചെയ്യും. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ചേർന്ന ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ അതിരൂക്ഷ വിമർശനങ്ങൾ ഉയർന്നത്. ഇവൻ തന്നെയാ പ്രശ്നം. ഇരിക്കുന്നവ മുടിയും. പ്രശ്നങ്ങൾ അവസാനിക്കില്ല. എന്തൊക്കെ പറഞ്ഞാലും മുഖ്യമന്ത്രി രാജിവെക്കണം. മുഖ്യമന്ത്രി സ്ഥാനമൊഴിയാതെ LDFന് തിരിച്ചു വരാൻ കഴിയില്ല. ഇതെന്താ വെള്ളരിക്കപ്പെടണമാണോ? ഇയാൾ പറഞ്ഞ രാജിവെച്ച് ഇറങ്ങിപ്പോയില്ലെങ്കിൽ ജനങ്ങളകത്ത് കയറി പൈസ പിടിച്ച് പുറത്താക്കും. സർക്കാർ ജീവനക്കാരെയും പെൻഷൻകാരെയും വെറുപ്പിച്ചു. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? സപ്ലൈകോയിൽ സാധനങ്ങൾ ലഭിക്കാത്തതും പെൻഷൻ മുടങ്ങിയതും തോൽവിയിലേക്ക് നയിച്ചെന്നും തിരുവനന്തപുരം ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിൽ അംഗങ്ങൾ കുറ്റപ്പെടുത്തി. ഈ പഞ്ചായത്ത് ചേഞ്ച് നാറുകയാണ്. അധികാരത്തിന്റെ മത്ത് പിടിച്ച അന്ധനായ പ്രസിഡന്റ് ഈ നാടിനെ കുട്ടിച്ചോറാക്കും. ഞാൻ ഇദ്ദേഹത്തിന് രാജി ആവശ്യപ്പെടുന്നു. ഈ ഉണ്ണിക്കണ്ണൻ നായർ ചത്താലും അത് നടക്കുകയില്ല. രാജിവെക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്നെ കൊലച്ചു കൊടുക്കാൻ വന്ന ഒഴിയാ ബാധ. നിങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ രാജി ആവശ്യപ്പെടാൻ പുറപ്പെടേണ്ട എന്നാണ് പറയാനുള്ളത്. എന്റെ അടുത്തൊന്നും ഒഴിഞ്ഞു പോകാൻ ഇഷ്ടമില്ലല്ലേ? ഇനിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാ. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം.